എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരുടെയും സംസ്കാരം ഇന്ന്. വേണു, ഉഷ, വിനീഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കസ്റ്റഡിയിലുള്ള പ്രതി ഋതുവിനെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. വിശദാംശങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട്. വൃന്ദ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? അതിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രതിയായിട്ടുള്ള 27 വയസ്സുകാരനായ ഋതുവിനെ ചോദ്യം ചെയ്തതിൽ ഋതു പോലീസിന് കുറ്റം സമ്മതിച്ചതായിട്ടാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ പ്രതി ഈ നേരത്തെയും ആളുകൾ പറഞ്ഞിരുന്നു, ഒരാളെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു പ്രതി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നത് എന്നുള്ള കാര്യം നാട്ടുകാരടക്കം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പ്രതി അതായത് വിനീഷയുടെ ഭർത്താവ് ജിതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും. അതായത് സഹോദരിയെക്കുറിച്ച്, ഋതുവിന്റെ സഹോദരിയെക്കുറിച്ച് മോശമായി പറഞ്ഞതാണ് ഇയാളെ ഉണ്ടായിട്ടുള്ള ഒരു കാരണം, പ്രകോപന കാരണം എന്നാണ് പ്രതി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഋതു മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നുള്ളതും, ഇയാൾ ചികിത്സ തേടുന്നു, പറവൂരിലെ ഒരു സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് ഉൾപ്പെടെയുള്ള പരിശോധനകൾ അതല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നു. പോലീസ് നേരത്തെയും ഇയാളെ നിരീക്ഷിച്ചു വരുന്ന ആളാണ്. കാരണം ഇയാൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് തന്നെ പോലീസ് നേരത്തെയും ഇയാളെ നിരീക്ഷിച്ചു വരികയാണോ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ മറ്റുള്ളവർക്കും അപകടത്തിൽ പരിക്കേൽക്കാൻ, ഈ ആക്രമണം തടയുന്നതിനിടയിലാണ് മറ്റുള്ളവർക്കും ബാക്കിയുള്ള വേണു, അതോടൊപ്പം തന്നെ അമ്മ ഉഷ, മകൾ വിനീഷ എന്നിവർക്കും പരിക്കേൽക്കാനുണ്ടാവുന്ന ഒരു കാരണം ഈ ജിതിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർക്കും ആക്രമണം ഏൽക്കുന്നത്. ഗുരുതരമായി കമ്പി വടി വെച്ച് ഇവരെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് 9ഉം 5ഉം പ്രായമുള്ള ഇവരുടെ മക്കൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കാണുന്നതോടെ ഭയപ്പെട്ട് കുട്ടികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നത് ഒരു കാഴ്ചയും നാട്ടുകാരടക്കം നമ്മളോട് നേരത്തെയും പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ അതിദാരുണമായിട്ടാണ് ഈ ഒരു 4 കുടുംബത്തെ, അതായത് വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന കുടുംബത്തിലെ ജിതിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ഒരു പ്രതി ഋതു, ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനായുള്ള വൈദ്യ പരിശോധന ഇന്ന് ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഉണ്ടായേക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവ സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതടക്കം പരിശോധിച്ച് വരികയാണ്. കൂടാതെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇയാൾ ഒരു പ്രകോപിതന കയ്യിൽ ഒരു വടിയും ഈ ഇരുമ്പ് വടിയും അതോടൊപ്പം തന്നെ വാൾ കത്തിയും ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അതായത് ഈ ഒരു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണെങ്കിൽ അയാൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ് അയാൾ ആദ്യം വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ പൂച്ച വീട്ടിൽ കയറിയെന്നോ അത്തരത്തിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി വീട്ടിലേക്ക് കയറി ചെല്ലുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ദാരുണമായിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിൽ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വേണു, ഉഷ, വിനീഷ എന്നിവരുടെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ടോടെ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതുപോലെ തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റ ജിതിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിതിൻ ഇന്നലെ തൊട്ട് ഈ ഗുരുതരമായി പരിക്കേറ്റ് ഇയാളെ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഈ ജിതിൻ ഇവിടെ തുടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിദഗ്ധമായ ഡോക്ടർമാരുടെ സംഘം എത്തി ഈ ജിതിനെ പരിശോധിക്കും. നിലവിൽ വെന്റിലേറ്ററിന്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഈ ജിതിൻ കഴിയുന്നത്. ഇന്നലെ അടക്കം തലയ്ക്കടക്കം ഗുരുതരമായ പരിക്ക് ഏറ്റാണ് ജിതിനെ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ജിതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഋതു ഇവിടേക്ക് എത്തുന്നത്. ഋതുവിന്റെ സഹോദരിയോട് മോശമായി പെരുമാറി എന്ന് ആരോപിച്ചാണ് ഋതു ജിതിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതിൽ വളരെ പ്രകോപിതനായി തന്നെയാണ് ഈ ഋതു എത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിസ്സാരമായ കാര്യമാണ് പറഞ്ഞ അയാൾ എത്തുന്നത് എങ്കിലും ഈ ഋതു ജിതിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിൽ ജിതിനെ
ആക്രമിക്കുന്ന സമയത്ത് ഇവനെ തടയാനായിട്ട് എത്തിയിട്ടുള്ള അമ്മയ്ക്കും അതോടൊപ്പം അച്ഛനും ഭാര്യ വിനീതയ്ക്കുമാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അവർ തൽക്ഷണം ചിലരെങ്കിലും തൽക്ഷണം മരിക്കുന്ന ഒരു സംഭവത്തിലേക്കെല്ലാം കടക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ജിതിന്റെ ആരോഗ്യനില എത്രത്തോളം പുരോഗതി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുകയുള്ളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കേണ്ടതല്ലേ? തീർച്ചയായും. അതായത് പോലീസിന്റെ സംഘം നേരത്തെ തന്നെ ഋതു ഈ ഒരു അപകടത്തിന് ശേഷം ജിതിന്റെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിൽ ഇതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഋതുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഋതു സമ്മതിക്കുന്നുണ്ട്. ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നുള്ളതടക്കം പോലീസിന്റെ കൃത്യമായി പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും ഋതു ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം തന്നെ ഈ ഋതുവിനെ കേന്ദ്രീകരിച്ച് വലിയൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഈ ഋതു ഇത്തരത്തിൽ കൊലപാതക കുറ്റം സമ്മതിച്ചതായി പറയുന്നത്. ഈ തന്റെ സഹോദരിയോട് അപമര്യാദയായി മോശമായി പെരുമാറി ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പ്രതി 2 ദിവസം മുൻപാണ് ബാംഗ്ലൂരിൽ നിന്നും വന്നത്. അവിടെ ബാംഗ്ലൂരിൽ സീലിംഗുമായി ബന്ധപ്പെട്ട് ഒരു ജോലി ചെയ്തു വരികയാണ് ഋതു. ഇത്തരത്തിൽ 2 ദിവസമായിട്ടേ ഉള്ളൂ ഋതു ഈ സംഭവ സ്ഥലത്ത്, അതായത് പറവൂരിൽ ചേന്നാമംഗലത്ത് എത്തുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിരുന്നത്. പ്രതി നേരത്തെയും 1 വർഷത്തോളം മുൻപ് ഈ അയൽക്കാർ തമ്മിൽ ഈ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കം നാട്ടുകാരും നേരത്തെ പറയുന്നുണ്ട്. ഈ നിസാരമായ കാര്യങ്ങൾക്കടക്കം ഇവർ തർക്കത്തിൽ ഏർപ്പെടുന്ന, അതായത് ഋതു നേരിട്ടെത്തി തർക്കത്തിൽ ഏർപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. വീട്ടിൽ CCTV അടക്കം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഈ പറവൂർ സ്റ്റേഷനിൽ അടക്കം ഈ പ്രതിക്കെതിരെ ഈ വീട്ടിലുള്ള ഗൃഹനാഥൻ വേണു അടക്കം കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യവും കേസ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഇത് പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കുന്ന 2 വട്ടം ഈ പോലീസ് ഇടപെട്ട് ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കുന്ന സാഹചര്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ലഹരിക്കടിമയാണ് ഈ ഒരു ഋതു എന്നതടക്കം നാട്ടുകാർ പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ 3-ലധികം കേസുകൾ നിലവിൽ പറവൂരിലും എറണാകുളത്തും തൃശ്ശൂരിലും അടക്കം മോഷണ കുറ്റം, അടിപിടി കേസ് എന്നതടക്കം പ്രതി ചെറുപ്പം തൊട്ടേ ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരാളാണ്, ലഹരിക്കടിമയാണ് എന്നതടക്കം നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രതിക്കെതിരെ വീട്ടിലുള്ള ഈ വേണുവിന്റെ കുടുംബം അടക്കം നേരത്തെയും പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പോലീസ് ഇടപെട്ട് കേസ് ഒത്തുതീർപ്പാക്കി വിടുകയും ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് 9-ഉം 5-ഉം വയസ്സുള്ള പെൺകുട്ടികളടക്കം ഈ വീട്ടിലുണ്ടായിരുന്നു. 2 സ്ത്രീകളടക്കം വേണു എന്നുള്ള കുടുംബനാഥനെ അടക്കമാണ് ഇപ്പോൾ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് മാരകമായി മുറിവേൽപ്പിച്ച് ഈ ഒരു തലയ്ക്കടിയേറ്റതാണ് മരണകാരണം എന്നതടക്കം ഈ ഒരു മരണത്തിന് പിന്നിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിതിൻ ഏതായാലും ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ, ഗുരുതരമായി തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആദ്യം ശരി, വൃന്ദ ഗോവിന്ദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.